നടിപ്പിൻ നായകൻ സൂര്യയുടെ കരിയറിലെ ഏറ്റവും വലിയ സിനിമയായിട്ടാണ് കങ്കുവ ഒരുങ്ങുന്നത്. വമ്പൻ യുദ്ധരംഗങ്ങളാണ് ചിത്രത്തിനായി ഒരുക്കുന്നത് എന്ന വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. 10,000-ലധികം പേർ ചേർന്ന് യുദ്ധരംഗത്ത് വേഷമിടുന്നു എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഒരു ഗാനരംഗത്ത് 100-ലധികം ഡാൻസർമാർ ഉണ്ടാകുമെന്നും സൂചനയുണ്ട്. മാത്രമല്ല, ചിത്രത്തിന് രണ്ടാം ഭാഗം ഉണ്ടാകുമെന്ന റിപ്പോർട്ടുകളും കോളിവുഡിൽ നിന്നും എത്തിയിട്ടുണ്ട്. ചിത്രം 3Dയിലായിരിക്കും എത്തുക. ആമസോൺ പ്രൈം വീഡിയോയാണ് OTT റൈറ്റ്സ് സ്വന്തമാക്കിയിട്ടുള്ളത്. കങ്കുവ എന്ന ചിത്രം ഒരു നടനെന്ന നിലയിൽ വലിയ അനുഗ്രഹമാണെന്നാണ് സൂര്യ മുൻപ് പറഞ്ഞിട്ടുള്ളത്. കങ്കുവയുടെ ഷൂട്ട് ഓരോ ദിവസവും കൂടുതൽ മെച്ചപ്പെട്ടതായിരുന്നുവെന്നും 150 ദിവസത്തിലധികം എടുത്താണ് ചിത്രീകരിച്ചതെന്നും സൂര്യ വ്യക്തമാക്കിയിരുന്നു. കങ്കുവ എന്ന ചിത്രത്തിനു വേണ്ടി ആരാധകർ കാത്തിരിക്കാൻ ഒരു കാരണം കൂടി മുൻപ് പുറത്തു വന്നിരുന്നു. ഈ സിനിമയ്ക്കായി സൂര്യ 100%അല്ല 200% നൽകിയിരിക്കുന്നത് എന്ന ജ്യോതികയുടെ വാക്കുകളാണ് ആരാധകരെ ത്രില്ലടിപ്പിച്ചത്. ഓരോ കഥാപാത്രങ്ങളും ചെയ്യാനായി സൂര്യ എടുക്കുന്ന കഠിനാധ്വാനം പ്രേക്ഷകർക്ക് നന്നായി അറിയാം. പ്രായമുള്ള ആളായും ചെറുപ്പക്കാരനായും 17കാരനായും ഒക്കെ അനായാസം ശരീരത്തെ മെരുക്കിയെടുക്കുന്ന നടന്മാരിൽ ഒരാളാണ് സൂര്യ. അങ്ങനെയുള്ള സൂര്യ ഏറ്റവും കൂടുതൽ കഠിനാധ്വാനം ചെയ്ത് അഭിനയിച്ചിരിക്കുന്ന സിനിമയാണ് കങ്കുവ എന്നറിയുമ്പോൾ തന്നെ ആരാധകർ സന്തോഷിക്കുന്നത് സ്വാഭാവികമാണ്. അഗ്നിയുടെ കരുത്തും ശക്തിയുമുള്ള ഒരു വീരന്റെ കഥയാണ് കങ്കുവ പറയുന്നത്. ആദിനാരായണനും മദൻ കർക്കിയും തിരക്കഥ എഴുതി സിരുത്തൈ ശിവ സംവിധാനം ചെയ്യുന്ന കങ്കുവയുടെ ടീസർ ഏറെ ശ്രദ്ധേയമായിരുന്നു. ഫസ്റ്റ് ലുക്ക് പോസ്റ്ററും മറ്റ് അപ്ഡേറ്റുകളും ഗ്ലിംസ് വീഡിയോകളും ഒക്കെ കണ്ട് ത്രില്ലടിച്ചിരിക്കുന്ന ആരാധകർക്കും സിനിമാ പ്രേമികൾക്കും പ്രതീക്ഷിക്കാൻ ഇനിയും ഒരുപാടുണ്ട് എന്ന് വ്യക്തമാക്കിക്കൊണ്ട് ഒരു ഉഗ്രൻ ഐറ്റം തന്നെയാണ് ടീസറിൽ ഉണ്ടായിരുന്നത്. ഗോത്ര ജനതയുടെ ഏറ്റുമുട്ടലിന്റെ കഥ ഫാന്റസിയുടെ പശ്ചാത്തലത്തിലാണ് സിനിമയിൽ അവതരിപ്പിക്കാൻ പോകുന്നത്. ഒരു എപ്പിക് ചിത്രത്തിന്റെ ചേരുവകളെല്ലാം കൂട്ടിയിണക്കി ഒരു വിഷ്വൽ ട്രീറ്റ് തന്നെയായിരിക്കും കങ്കുവ എന്ന സൂചന തന്നെയാണ് ടീസർ നൽകിയത്. ബോളിവുഡ് താരം ദിഷ പട്ടാനിയുടെ ആദ്യ തമിഴ് ചിത്രം, ബോബി ഡിയോൾ അവതരിപ്പിക്കുന്ന നെഗറ്റീവ് റോൾ എന്നിങ്ങനെ പ്രേക്ഷകരെ ആകർഷിക്കുന്ന ഏറെ ഘടകങ്ങൾ ചിത്രത്തിലുണ്ട്. 1700കളിൽ തുടങ്ങി 2020-ൽ അവസാനിക്കുന്ന ഒരു യാത്രയാണ് കങ്കുവ എന്ന ചിത്രത്തിന്റെ അടിത്തറയെന്നാണ് സംവിധായകൻ പറഞ്ഞിട്ടുള്ളത്. ഈ കാലഘട്ടത്തിലൂടെ നായക കഥാപാത്രം ഒരു ലക്ഷ്യത്തിനായി നടത്തുന്ന പോരാട്ടമാണ് പ്രമേയമെന്നാണ് വിവരം. 350 കോടിയോളം മുതൽ മുടക്കിൽ വരുന്ന ചിത്രം ഇന്ത്യൻ സിനിമയിലെ ഏറ്റവും ചിലവേറിയ സിനിമകളിൽ ഒന്നുകൂടിയാണ്. സൂര്യ ഇരട്ട വേഷത്തിലാണ് ചിത്രത്തിൽ എത്തുന്നത് എന്ന സൂചനകളും പുറത്തു വന്നു കഴിഞ്ഞു. കങ്കുവയും ഉദിരനും തമ്മിലുള്ള പോരാട്ടത്തിന്റെ കഥയാണ് ടീസറിൽ പറയുന്നത്. കങ്കുവയ്ക്ക് ഒത്ത എതിരാളിയാണ് ഉദിരൻ എന്ന് വ്യക്തമാക്കുന്നതാണ് ടീസറിലെ രംഗങ്ങൾ. ദേവി പ്രസാദാണ് ചിത്രത്തിന്റെ സംഗീത സംവിധാനം. വെട്രി പളനിസ്വാമി ക്യാമറ ചലിപ്പിച്ച ചിത്രത്തിന്റെ ആർട്ട് വർക്ക് മിലനും സ്റ്റണ്ട് സുപ്രീം സുന്ദറുമാണ് നിർവഹിച്ചിട്ടുള്ളത്. 38ഓളം ഭാഷകളിൽ കങ്കുവ എത്തുമെന്നാണ് വിവരം. അങ്ങനെയാണെങ്കിൽ അതും ഒരു ചരിത്രമായേക്കും. ഓഗസ്റ്റ് മാസത്തിൽ റിലീസ് ഉണ്ടായേക്കുമെന്ന വിവരങ്ങളും കോളിവുഡിൽ നിന്ന് പുറത്തു വന്നിട്ടുണ്ട്. ദളപതി വിജയുടെ ഗോട്ട് മൂവിയുമായി ക്ലാഷ് റിലീസ് ആയിരിക്കുമോ കങ്കുവ എന്നതും ആരാധകർ അറിയാൻ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന കാര്യങ്ങളിലൊന്നാണ്.